സീമാജി, അപ്പോൾ നമ്മൾ ഈ ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടില്ല? പിന്നെന്താ, ധ്യാനം ചെയ്യുന്നവരാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ദേഹം ക്ഷേത്രമായവൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണം എന്നാ. ക്ഷേത്രത്തിലെന്ന് പറയുന്നത് മഹാശക്തി ചൈതന്യ മഹാവിസ്ഫോടനാണ്. അവിടെ ആ ശക്തിയെ അറിയണമെങ്കിൽ ദേഹം ദേവാലയമായവർക്ക്, ജീവൻ ദൈവമായവർക്ക്, ആഹാരത്തിലൂടെ വ്യവഹാരം ശുദ്ധിയായവർക്ക്, സാധനയിലൂടെ ബുദ്ധിയും സംസ്കാരവും ശുദ്ധിയായവർക്കാണ് ആ ദൈവ ചൈതന്യത്തെ അന്തരാത്മാവിൽ ഗ്രഹിക്കാൻ പറ്റൂ. ദേവാലയങ്ങളെല്ലാം ധ്യാനാലയങ്ങളാണ്. അവിടെ ബാഹ്യമായിട്ട് നമ്മൾ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എന്നെപ്പോലെയുള്ള ആത്മജ്ഞാനികൾ അല്ലെങ്കിൽ ധ്യാന സാധകർ വരുന്നത് എന്തിനാണെന്നറിയോ? കാരണം എല്ലാ നന്മ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ നന്മകൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയാൻ. അതേപോലെ വേദനയുള്ള ഒരുപാട് ദുഃഖങ്ങളും കഷ്ടങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിലൂടെ എനിക്ക് പവിത്രമായ തിരിച്ചറിവുകൾ ഉണ്ടായതിന് ഹൃദയപൂർവ്വം നന്ദി പറയാൻ. രണ്ടിനും ഒരേപോലെ നന്മ, ഒരേപോലെ നന്ദി. എന്താ വെച്ചാൽ അതൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ ദൂഷിക്കാതെ, മറ്റുള്ളവരെ കുറ്റം പറയാതെ, ഐ ക്രിയേറ്റ് മൈ ഓൺ റിയാലിറ്റി, ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഈ ജന്മത്തിൽ ഉണ്ടായല്ലോ, ഭഗവാനെ നന്ദി. പിന്നെ എൻ്റെ ജീവിതത്തിലുള്ള ഓരോ തിരിച്ചറിവിനും അമ്മേ അവിടുത്തെ ശക്തി കൊണ്ടാണ് എനിക്ക് ഈ തിരിച്ചറിവുണ്ടായത്, നന്ദി. അമ്മയുടെ ശക്തി കൊണ്ടാണ് എനിക്കിതിനൊക്കെ നേരിടാൻ കഴിഞ്ഞത്, നന്ദി. പിന്നെ അറിഞ്ഞോ അറിയാതെയോ അഹങ്കാരം കൊണ്ടോ അജ്ഞാനം കൊണ്ടോ ഈ ജന്മത്തിലോ പൂർവ്വജന്മങ്ങളിലോ ഏതൊക്കെ ദിവ്യാത്മസ്വരൂപർക്ക് വേദന നൽകി, നാക്കുകൊണ്ട്, വാക്കുകൊണ്ട്, കാഴ്ചപ്പാട് കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ആ ഓരോ ദിവ്യാത്മസ്വരൂപരും വേദനിച്ചിട്ടുണ്ടാവാം, പേടി എന്നിലൂടെ ഉണ്ടായിട്ടുണ്ടാവാം, അവരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവാം, അവർക്ക് ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ആ അറിവില്ലായ്മയും അഹങ്കാരത്തെയും പൊറുക്കണേ പൊന്നമ്മേ. അതായത് ആ ദിവ്യാത്മസ്വരൂപരെല്ലാം അമ്മയുടെ ശക്തിയാൽ എന്നോട് പൊറുക്കണേ. അമ്മയുടെ ശക്തിയാൽ ഞാൻ പുറത്തനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് എനിക്ക് മുക്തിമോക്ഷം കിട്ടും, അല്ലേ? എൻ്റെ നാക്കും വാക്കും നന്നാവാൻ നിരന്തരം ആ ഒരു അവയർനെസ്സിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കുന്നതിനും അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കത് സാധിക്കുന്നതിനും നന്ദി പറയാനും ക്ഷമ പറയാനും ആത്മജ്ഞാനികൾ പോകണം. അപ്പോഴാണ് ഈ സൂക്ഷ്മമായിട്ടുള്ള ആന്തരിക സൂക്ഷ്മ പരിവർത്തനം ഈസി ആയിട്ട് നടക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ശുദ്ധ സസ്യാഹാരികളായ കാരണം നമ്മുടെ വേവ്സ്, നമ്മളുടെ ആലോചന മഹാകരുണയുടെ വേവ്സാണ്, അൺകണ്ടീഷണൽ വേവ്സ്. അത് ആ ശക്തിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് ഇനിയും കൂടുതലാവുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആത്മജ്ഞാനികളും ധ്യാനം ചെയ്യുന്നവർ ഓരോരുത്തരും അമ്പലങ്ങളിൽ, ദേവാലയങ്ങളിൽ, പുണ്യക്ഷേത്രങ്ങളിൽ വന്ന് അവിടെ ഇരുന്ന് കണ്ണു തുറന്ന് ആ ഒരു ദിവ്യമായിട്ടുള്ള ചൈതന്യത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് ധ്യാനത്തിലൂടെ അന്തരാത്മാവിൽ ആ ശക്തിയെ ഗ്രഹിച്ചിട്ടേ പുറത്തു പോകാൻ പാടും. ഓക്കെ, താങ്ക് യു.